റഷ്യയുടെ ഒറ്റ സുഹൃത്താണ് ഇന്ത്യ. ഇന്ത്യ പറഞ്ഞാൽ റഷ്യ എന്തും കേൾക്കും. സെലൻസ്കി പറഞ്ഞതാണ്, യുദ്ധം നിർത്തണമെങ്കിൽ ഇന്ത്യ പറഞ്ഞാൽ മതി. പക്ഷെ ഇന്ത്യ അങ്ങനെയൊന്നും പറയാറില്ല റഷ്യയോട്. റഷ്യയുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ യുദ്ധം നിർത്തണം, ഇന്ത്യ നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ ഇന്ത്യ പറയാറില്ല. ഇന്ത്യയോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ യുദ്ധം നിർത്തണം, ഇപ്പം നിർത്ത് എന്നൊന്നും നമ്മൾ അങ്ങനെ പറയണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടത്. പക്ഷെ ട്രംപിന്റെ ആവശ്യം അതാണ്, ഇന്ത്യ അത് പറയണമെന്നാണ്. പക്ഷെ ഇന്ത്യ അങ്ങനെ പറയില്ല. പക്ഷെ അതിനു പകരം ഇന്ത്യ മറ്റൊരു രീതിയിൽ റഷ്യയോട് സമാധാനം വേണം, സമാധാനകാംക്ഷികളാകൂ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ഈ യുദ്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നതല്ലേ റഷ്യ നല്ലത് എന്ന് ഇന്ത്യ ചോദിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ അതിനൊരു മുന്നറിയിപ്പായിട്ട് റഷ്യക്ക് നൽകുകയാണ്. കാരണം യുദ്ധമൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്ത്യ ഇപ്പോൾ യുക്രൈന്റെ ഭാഗത്തുമല്ല റഷ്യയുടെ ഭാഗത്തുമല്ല. യുദ്ധം ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്നേ നമ്മൾ പാകിസ്ഥാനെ തീർത്താനെ. യുദ്ധം നമുക്കൊരു പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവില്ല. അല്ല, അത് സംഭവിച്ചുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല. നെതന്യാഹുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നെതന്യാഹുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി വന്നാൽ നടക്കും. നമ്മുടെ നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ആർജവം ഇല്ലാത്തത് കൊണ്ടല്ല. നരേന്ദ്രമോദി കുറച്ചുകൂടെ സമാധാനം, അദ്ദേഹം എല്ലാം പോട്ടെ, അവിടുത്തെ ഭരണാധികാരികളെ കണ്ടിട്ടല്ല, അവിടുത്തെ ജനങ്ങള് ശരി പോട്ടെ, ജനങ്ങൾ ജീവിക്കണ്ടേ. സിന്ധു നദി കരാർ തന്നെ ഇപ്പോഴാണ് റദ്ദാക്കിയത്. അതെ, ഇത്രയും ഉണ്ടായതിനു ശേഷം. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം അവരോട് ഇവരോട് ഒന്നും പറയാൻ പോലെ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായി റഷ്യ കുറച്ച് കടുംപിടുത്തങ്ങളൊക്കെ എവിടെയോ പിടിക്കുന്നുണ്ട്. അപ്പൊ റഷ്യയോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി നമ്മൾ ഇടപെടുന്നത് പോലെയാകും. അത് ഇന്ത്യക്ക് താല്പര്യമില്ല. അപ്പോ ഇന്ത്യ നയതന്ത്രപരമായ ഒരു സാംസ്കാരിക കാരണം അല്ലെങ്കിൽ അവരും വന്ന് നമ്മൾ ഇതിൽ പിടിക്കും. കാരണം ട്രംപിന് ജമ്മു കാശ്മീരിലെ വിഷയത്തിൽ ഇടപെടണമെന്ന്. അപ്പൊ ഇന്ത്യ പറഞ്ഞാൽ ആഭ്യന്തര വിഷയമല്ലേ. ലോകത്തില് അയാളുടെ മക്കളുടെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇടപെടണം. അയാളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിക്കില്ല, അവര് സമ്മതിക്കില്ല. ബാക്കി എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അപ്പൊ ഇന്ത്യ പറഞ്ഞു. അപ്പൊ ഇന്ത്യ ആലോചിച്ചു എന്താ തീരുമാനം എടുക്കുക, ലോകത്തൊരു സമാധാനം വേണമല്ലോ, ഒരു തീരുമാനം വേണമല്ലോ എന്ന് ഇന്ത്യ വിചാരിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രം അത് വെച്ച് ഇന്ത്യ ഒരു കളി കളിക്കുകയാണ് റഷ്യയിൽ. അതായത് ബുദ്ധന്റെ പവിത്ര അവശിഷ്ടങ്ങൾ റഷ്യയിൽ പ്രദർശിപ്പിക്കുകയാണ്. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതേ സമാധാനത്തിന്റെയും അതെ പിന്നെ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു വഴി തുറക്കലും ഒക്കെയാണ് ബുദ്ധൻ നൽകുന്ന സന്ദേശം. ആ ബുദ്ധനെ വെച്ചുകൊണ്ട് തന്നെ റഷ്യക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഭഗവാൻ ബുദ്ധന്റെ പവിത്ര അവശിഷ്ടങ്ങൾ റഷ്യയിലെ കൽമിക്കയിൽ പ്രദർശിപ്പിക്കും എന്നാണ് ഇന്ത്യ പറയുന്നത്. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം നടത്തുന്ന ഈ ചരിത്രപരമായ സംരംഭം ബുദ്ധന്റെ സമ്മാനം, കരുണ, ബുദ്ധന്റെ സമാധാനം, കരുണ, അഹിംസ എന്നീ സന്ദേശങ്ങൾ റഷ്യൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. കാരണം ഇപ്പോൾ റഷ്യക്ക് സമാധാനമില്ല, കരുണ ഒരു തരത്തിലുമില്ല. ഉക്രൈനിലെ ആളുകളെ മുഴുവൻ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിംസിക്കുക എന്നുള്ളതാണ് ഇപ്പോ പരിപാടി. അപ്പം അഹിംസയിലോട്ട് വരിക. ഇത് മൂന്നും റഷ്യക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്ത്യ നയതന്ത്ര സാംസ്കാരിക നയതന്ത്രമാണ്. നമുക്കറിയാം, നമ്മൾ ഈ യമനില് ഈ നിമിഷപ്രിയയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒഫീഷ്യൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഇന്ത്യക്ക് യമനുമായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഇന്ത്യൻ എംബസി ഇല്ല. സൗദി വഴിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തന്നെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അദ്ദേഹം വരുന്നത് കേരളത്തിൽ നിന്നുള്ള കാന്തപുരം വന്നപ്പോൾ ഇന്ത്യ അത് സുപ്രീം കോടതിയിൽ പറഞ്ഞത് തന്നെയാണ്, ഇത് നമ്മുടെ റിലീജിയസ് ഡിപ്ലോമസിയാണ്, അതായത് മതപരമായിട്ടുള്ള ഒരു നയതന്ത്രം തന്നെയാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അപ്പോൾ അതുപോലെ സാംസ്കാരിക നയതന്ത്രമാണ് ഇന്ത്യ റഷ്യയിൽ പയറ്റുന്നത്. ഇനി ഇതിനൊരു എന്താണ് ഈ ബുദ്ധന്റെ പ്രതിമ, ഇതെവിടെയാണ് പ്രദർശിപ്പിക്കുന്നത്, എത്ര ദിവസമാണ് ഇതിന്റെ പ്രദർശനം, ഈ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണക്കാർക്കുണ്ടാവും. അതിൻ്റെതാണ് ഉത്തർപ്രദേശിലെ പിപ്രഹ്വ എന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ഈ പുരാതന അവശിഷ്ടങ്ങൾ. അവിടെ നിന്നാണ് ബുദ്ധന്റെ പുരാതന അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 1 വരെയാണ് റഷ്യയിൽ ഇതിന്റെ പ്രദർശനം നടത്തുന്നത്. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി, അതായത് യോഗി ആദിത്യനാഥിന്റെ അടുത്ത ആള്, ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം സെപ്റ്റംബർ 23 ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ റഷ്യയിലേക്ക് പുറപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സാംസ്കാരിക നയതന്ത്രം നടപ്പിലാക്കാൻ നമ്മുടെ പ്രത്യേക വ്യോമയാന വിമാനങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ ആൾക്കാർ റഷ്യയിലേക്ക് എത്തുകയാണ്. ഇത് റഷ്യക്ക് ഇന്ത്യ പറയുകയാണ്, നിങ്ങളോട് യുദ്ധം നിർത്താൻ ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല,
പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സമാധാനം, കരുണ, അഹിംസ ഇതൊക്കെയാണ് ഇന്ത്യ എപ്പോഴും നിലകൊള്ളുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തോട് നിങ്ങൾ യോജിച്ചു നിന്നാൽ നിങ്ങളുടെ രാജ്യത്ത് സമാധാനവും കരുണയും അഹിംസയും ഒക്കെ ഉണ്ടാകുമെന്ന് ഇന്ത്യ പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് റഷ്യക്ക് എന്നുള്ളതാണ്. മാത്രമല്ല സെപ്റ്റംബർ 25 മുതൽ 29 വരെ കൽമിക്കിയിലെ എലിസ്ത നഗരത്തിലുള്ള നാഷണൽ മ്യൂസിയത്തിലാണ് പ്രദർശനത്തിൽ ബുദ്ധന്റെ പവിത്ര അവശിഷ്ടങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന കലാസൃഷ്ടികളും പ്രതിമകളും ഉൾപ്പെടുത്തും. കൂടാതെ ഈ അവശിഷ്ടങ്ങളുടെ ചരിത്രം വിശദമാക്കുന്ന ഒരു ഹ്രസ്വ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കും. ഇത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ മാത്രമല്ല, ഇന്ത്യ ബുദ്ധന്റെ ജന്മനാടും ആത്മീയ പൈതൃകത്തിന്റെ സംരക്ഷകനുമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി ഇന്ത്യ തെളിയിക്കുകയാണ്. ഇനി ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പിപ്രഹ്വ, ഉത്തർപ്രദേശിലെ പിപ്രഹ്വ ഇന്ന് ഉത്തർപ്രദേശിലെ സന്ത കബീർ നഗർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നത് ഇത് ബുദ്ധന്റെ ബാല്യകാലം ചിലവഴിച്ച ശാക്യ രാജാവിന്റെ തലസ്ഥാനമായ കപിലവസ്തുവിന്റെ ഭാഗമെന്നാണ്. ഈ കണ്ടെത്തൽ ആഗോള ബുദ്ധമത സമൂഹത്തിന് വലിയൊരു നിധിയാണ്. 1898 WC പെപ്പെ എന്ന ബ്രിട്ടീഷ് എസ്റ്റേറ്റ് ഉടമ തന്റെ ഭൂമിയിൽ ഖനനം നടത്തുന്നതിനിടെയാണ് ഒരു പുരാതന സ്തൂപം കണ്ടെത്തുന്നത്. ഈ സ്തൂപത്തിൽ നിന്ന് സ്വർണം, വെള്ളി കൊണ്ടുള്ള കലശങ്ങൾ, ആഭരണങ്ങൾ, വിലയേറിയ കല്ലുകൾ എന്നിവയോടൊപ്പം ചില ചെറിയ അസ്ഥിഭാഗങ്ങളും കണ്ടെത്തി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഒരു കലശത്തിൽ കൊത്തിവെച്ച ശിലാലിഖിതമാണ്. ഇവ ശാക്യ കുടുംബത്തിന്റെ ആരാധനയ്ക്കായി സൂക്ഷിച്ച ഭഗവാൻ ബുദ്ധന്റെ പവിത്ര അസ്ഥിഭാഗങ്ങളാണ് എന്നാണ് ഈ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത്. ബുദ്ധന്റെ യഥാർത്ഥ അവശിഷ്ടങ്ങളാണ് ഇത് എന്നതിന് ഇതൊരു നിർണായക തെളിവായി. തുടക്കത്തിൽ ചില യൂറോപ്യൻ ഗവേഷകർ ഇതിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ഇന്ത്യൻ പുരാവസ്തു സർവേ നടത്തിയ പഠനങ്ങൾ ഈ അവശിഷ്ടങ്ങൾ യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചു. ഇത് പിപ്രഹ്വയെ ബുദ്ധമത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റി. ഇതിനു മുൻപ് തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യ സമാനമായ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രദർശനങ്ങൾക്കെല്ലാം ലഭിച്ച വലിയ സ്വീകാര്യത ഇന്ത്യയുടെ സാംസ്കാരിക പ്രൗഢി ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടി. ഇന്നും ഇന്ത്യ ഈ അവശിഷ്ടങ്ങളെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ശക്തമായ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഈ പ്രദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു. ഇപ്പോൾ അമേരിക്ക തന്നെ നമുക്ക് താരിഫ് കൂട്ടിയത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വലിയ സൗഹൃദത്തിന്റെ പുറത്താണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുവഴി റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നു, ആ പണം കൊണ്ട് ആ ആയുധങ്ങൾ കൊണ്ടാണ് ഉക്രൈനെ ആക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമേരിക്ക താരിഫ് ചുമത്തിയത്. ഇവിടെ അമേരിക്ക ചെയ്യുന്നത് പോലെ അല്ല ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യ കൃത്യമായി റഷ്യയോട് പറയുകയാണ്, സമാധാനം, കരുണ, അഹിംസ ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ. ആ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് ഇന്ത്യയുടെ സാംസ്കാരിക നയതന്ത്രത്തിലൂടെ റഷ്യക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കള്ളും കുടിച്ച് അടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു സുഹൃത്തിനോട് മാന്യമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് ജീവിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇതാണ് ഇത്രയും സന്തോഷമുള്ളതായിരിക്കും ജീവിതമെന്ന് മറ്റൊരു സുഹൃത്ത് പറയാതെ പറയുന്നത് പോലെ ഇന്ത്യ സമാധാനമായി കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാവുമെന്നൊക്കെ ഒരു പൊതുവെ പരക്കെയുള്ള വിശ്വാസം പറഞ്ഞതേ ഉള്ളൂ. അല്ല, അതുപോലെ ഇന്ത്യ പറയുകയാണ് നിങ്ങൾ ഇതുപോലെയുള്ള അഹിംസ അല്ലെ 3 കാര്യങ്ങൾ അല്ലെ, സമാധാനം, അഹിംസ, കരുണ, ഇത് 3 ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ്യത്തിനുള്ളിലും പുറത്തും സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അത് എത്രത്തോളം സ്വീകാര്യമാകും എന്നുള്ളത് രണ്ടാമത്തെ. അതെ, തീർച്ചയായിട്ടും.